ഹായ് ഗൈസ്, ഇന്ന് നമ്മളൊരു താളി ഉണ്ടാക്കാനാട്ടോ പോണേ. ചെമ്പരത്തിൻ്റെ ഇല വെച്ചിട്ട് ഒരു താളി. നല്ല ചൂടൊക്കെ അല്ലേ, മുടിക്ക് കുറച്ച് തണുപ്പ് കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഒരു താളി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ആ താളി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് നമുക്ക് കാണാം. അപ്പോൾ അത് ചെമ്പരത്തിൻ്റെ ഇലയാട്ടോ എടുക്കുന്നത്. ഇത് നമുക്ക് ഇല മാത്രമല്ല, നമുക്ക് ചെമ്പരത്തി പൂവും നമുക്ക് എടുക്കാൻ പറ്റും. ഇന്ന് ഞാൻ ചെമ്പരത്തിൻ്റെ ഇല ഉപയോഗിച്ചിട്ടാണ് താളി ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് ആദ്യം ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം. നല്ലപോലെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് പരിപാടി കിട്ടുക. നേരെ എടുക്കുക, നമ്മൾ ചെറിയ മഗ്ഗിലേക്ക് ഇടുക. എന്നിട്ട് ഒന്ന് നല്ലോണം ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഞെമുണ്ടി എടുക്കണം കേട്ടോ. നല്ലങ്ങനെ ആക്കുമ്പോൾ കൊഴുപ്പ് രൂപത്തിൽ വരും. അവസാനം ഇതാട്ടോ നമുക്ക് ഈ ഒരു പാകത്തിന് കിട്ടിയിട്ട് കേട്ടോ. ഇതിന് കൊഴുപ്പാണിത്. ഇതാണ് നമുക്ക് എടുക്കേണ്ടത്. ഇത് നമുക്ക് നേരെ ഇനി അരിച്ചെടുക്കാം. നമ്മൾ വേറെ മഗ് എടുത്തിട്ടുണ്ട്. മഗിൻ്റെ മുകളിൽ നേരെ ഒരു തോർത്തുകൊണ്ട് ഇടുക. നേരെ അതിലേക്ക് ഇതുണ്ട് ഫുള്ളുണ്ട് ഒഴിക്കുക. എന്നിട്ടാണ് പരിപാടി. ജസ്റ്റ് ഇങ്ങനെ എടുക്കുക. ഒന്ന് നമ്മൾ പിഴിഞ്ഞാൽ മാത്രം മതി കേട്ടോ. പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ അതിൻ്റെ അടിയിൽ ചെറിയ ഇത് ഒന്ന് പിഴിയുമ്പോൾ തന്നെ കണ്ടോ, ഇതിൻ്റെ ഫുള്ള് താളി രൂപത്തിൽ ഫുള്ള് താളി ചെയ്യുമ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഫുള്ള് നമ്മൾ പിഴിഞ്ഞെടുക്കുക. കറക്റ്റ് താളിയിട്ടുണ്ട്. ഇതുണ്ടോ, നമുക്ക് ആവശ്യത്തിനുള്ള താളി ഉണ്ട് കേട്ടോ. അപ്പോൾ താളി റെഡി. ഇതുണ്ടോ, അപ്പോൾ നമുക്കിത് ഒന്ന് തേച്ച് വയ്ക്കാമല്ലോ. ഇതാട്ടോ സാധനമൊക്കെ തേച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം പിടിപ്പിച്ചിട്ട് ഇത് കിഴുകി കളയട്ടോ. നല്ല ഇപ്പം തന്നെ നല്ലൊരു കൂളിംഗ് ഉണ്ട്.